ഐക്യു എന്ന ബ്രാൻഡിൻ്റെ ഐക്യു നിയോ 10 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു നിയോ 10 Pro Plus എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു നിയോ 10 Pro Plusൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം വളരെ കൂടിയൊരു റെസൊല്യൂഷൻ ഇതിൽ വരും, നല്ലൊരു കാര്യമാണ്. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വളരെ ചെറിയ ബെസൽസ് ആയിരിക്കും ഈ ഫോണിൽ വരിക. ബെസലിൻ്റെ സൈസ് 1.5 mm മാത്രമായിരിക്കും വരിക. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ചെറിയ ബെസൽസും അതുപോലെ തന്നെ 2K റെസൊല്യൂഷനൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമേ ഇതിൽ വരാൻ സാധ്യതയുള്ളൂ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ തന്നെ വരുന്നതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെ വരും. പിന്നെ 512 GB ഇൻറ്റേർണൽ വരെയൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 50 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. പക്ഷേ സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടെലിഫോട്ടോ ലെൻസ് ഒക്കെ മിസ്സിംഗ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കില്ല. ഇതിൻ്റെ ഫോക്കസ് പെർഫോമൻസ്, ഗെയിമിങ്, ബാറ്ററി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ 7000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഈ സ്മാർട്ട് ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ May 20 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില 3500 yuan ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 41,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വളരെ മികച്ച ഫീച്ചേഴ്സാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 2K റെസൊല്യൂഷനൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും വരുന്നതായിരിക്കും. ക്യാമറ സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് എന്ന് പറയാം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില ഈ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടിയൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യു നിയോ 10 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.